എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വീക്കൻ ആകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന അവസ്ഥ, ഈ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിക്ക് വെജിറ്റബിൾ ഓയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതും അക്വയർ ആയിട്ടുള്ള ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എങ്ങനെയാണോ റേഡിയേഷൻ, എങ്ങനെയാണോ ഒരു ക്യാൻസർ, എങ്ങനെയാണോ ഒരു വൈറൽ ഇൻഫെക്ഷൻ, ഒരു ഏജിങ് നിങ്ങളെ ഒരു അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമിലേക്ക് എത്തിക്കുന്നത്, ഇതുപോലെ വെജിറ്റബിൾ ഓയിലും ഒരു ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമിലേക്ക് നിങ്ങളെ എത്തിക്കും. എന്താണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അഥവാ വെജിറ്റബിൾ ഓയിൽ? ഹൈഡ്രജൻ ആറ്റംസ് സ്പ്ലിറ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റംസ് മിസ്സിംഗ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്നും, ഹൈഡ്രജൻ ആറ്റംസ് പാക്ഡ് ആയിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ളതിനെ സാച്ചുറേറ്റഡ് ഓയിൽ എന്ന് നമുക്ക് പറയാം. ഇവിടെ അൺസാച്ചുറേറ്റഡ് ഓയിൽസിലേക്ക് പെട്ടെന്ന് തന്നെ ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ചെയ്യുന്നു. എങ്ങനെയാണോ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് ഒരാൾക്ക് കയറി വരാൻ പറ്റുന്നത്, അതുപോലെ നേരെ മറിച്ച് നല്ല മതിൽക്കെട്ടുള്ള സാച്ചുറേറ്റഡ് ആണെങ്കിൽ ആ ഫാറ്റിലേക്ക് പെട്ടെന്ന് ഫ്രീ റാഡിക്കൽസ് എൻട്രി ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അത് ഡീനേച്ചർ നടക്കുന്നില്ല. ഒരു ആരോഗ്യമുള്ള ആളിൽ പോലും പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ പോലുള്ള വെജിറ്റബിൾ ഓയിൽസ് സെൽസിനകത്തുണ്ടെങ്കിൽ അത് ഡാമേജ് ആകുകയും അതൊരു ചെയിൻ റിയാക്ഷൻ വഴി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്തൊക്കെയാണ് അൺസാച്ചുറേറ്റഡ് ഓയിൽസ്? സോയാബീൻ ഓയിൽ, കോൺ ഓയിൽ, സോഫ്ലവർ ഓയിൽ, കെനുല ഓയിൽ, സിസെയിം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ. സാച്ചുറേറ്റഡ് ഏതൊക്കെയാണ്? കോക്കനട്ട് ഓയിൽ, ബട്ടർ, ഗീ, ഒലീവ് ഓയിൽ. 1940 വരെ പിഗ് ഫാമിൽ അവരുടെ വണ്ണത്തിന് വേണ്ടിയിട്ടും അവരുടെ തൈറോയിഡ് സപ്രഷനും വേണ്ടിയിട്ട് ടോക്സിക് കെമിക്കൽസ് യൂസ് ചെയ്തിരുന്നെങ്കിൽ അതിനുശേഷം വന്ന റൂൾസും റെഗുലേഷൻസിലും മാറ്റം വന്നപ്പോൾ അവർ ഈ ടോക്സിക് കെമിക്കൽസിന് പകരം ആ പന്നികൾക്ക് കൊടുത്തത് കോൺ ഓയിലും സോയാബീനുമാണ്. ആ പന്നികളുടെ തൈറോയിഡിനെ സപ്രസ് ചെയ്യാനും വളരെ കുറച്ച് ഫുഡ് കഴിക്കുമ്പോഴും വണ്ണം വയ്ക്കുവാനുമുള്ള ഒരു ശേഷി കിട്ടുകയും അതുവഴി ഫാം ഇൻഡസ്ട്രിക്ക് പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. ആർക്കാണ് ഒരു ചായയുടെ കൂടെ ഒരു കടി കഴിക്കാൻ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു കോംപ്ലക്സ് നാച്ചുറൽ വൈറ്റമിൻ എടുക്കാൻ ശ്രമിക്കുക. കാരണം അത് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതായിരിക്കും. പച്ച നിറത്തിലുള്ള ടോക്കോഫറോൾ ടാബ്ലറ്റ്സ് അല്ല, ഒരു കോംപ്ലക്സ് വൈറ്റമിൻ തന്നെ എടുക്കണം. ഒരു നാച്ചുറൽ കോംപ്ലക്സ് വൈറ്റമിൻ തന്നെ എടുക്കുക. അത് നിങ്ങളുടെ അൺസാച്ചുറേറ്റഡ് ഓയിൽ അതിപ്രസരത്തിൻ്റെ എഫക്റ്റ് കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കും. നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം അൺസാച്ചുറേറ്റഡ് ഓയിൽസിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നറിയുവാൻ ഡെഫിനറ്റ്ലി ലാബ്സിൽ പല ടെസ്റ്റുകളുമുണ്ട്. പ്ലീസ് കോൺടാക്ട് us. കം ബാക്ക് ടു ബയോഹാക്ക്.